നമസ്കാരം. നരേന്ദ്രമോദിയെയും ട്രംപിനെയും തെറ്റിക്കാൻ നോക്കിയവർക്ക് അല്പം തെറ്റിയിരിക്കുകയാണ്. ഇന്ത്യയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയുടെ ശത്രുക്കളെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പ്രസ്താവനയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. കൂടാതെ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണിയെ ഇന്ത്യക്ക് കൈമാറും, സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കും, F-35 അടക്കമുള്ള വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകും, ഇന്ത്യയും US തമ്മിൽ മികച്ച വ്യാപാര ബന്ധവും കരാറുകളും പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. US-ന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പരസ്പര നികുതി ചുമത്തുമെന്ന പ്രഖ്യാപനവും അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലായിരുന്നു മോദിയുടെയും ട്രംപിന്റെയും സുപ്രധാന കൂടിക്കാഴ്ച. എന്നാൽ ഇതൊന്നും ട്രംപ് മോദി ചർച്ചകളെ ബാധിച്ചില്ല. ഒപ്പം മോദിയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാനും ട്രംപ് മറന്നില്ല. താനും മോദിയും ഒറ്റ സുഹൃത്തുക്കളാണെന്നും കഴിഞ്ഞ 4 വർഷമായി ഈ സൗഹൃദം നിലനിൽക്കുന്നുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം US-ന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് പരസ്പര നികുതി ചുമത്തുമെന്ന പ്രഖ്യാപനത്തിൽ ഇളവ് നൽകാൻ ട്രംപ് തയ്യാറായിട്ടില്ല. US-ന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും US അതേ നികുതി തന്നെ ചുമത്തും. വ്യാപാര കാര്യങ്ങളിൽ സഖ്യരാജ്യങ്ങൾ ശത്രു രാജ്യങ്ങളെക്കാൾ മോശമാണെന്നാണ് ട്രംപിന്റെ അഭിപ്രായം. അതേസമയം 2030 ആകുമ്പോഴേക്കും ഇന്ത്യ US വ്യാപാരം ഇരട്ടിപ്പിച്ച് $500 ബില്യൺ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അറിയിച്ചു. US-ൽ നിന്ന് കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങും. ഇന്ത്യ US പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കും. ട്രംപുമായി യോജിച്ച് പ്രവർത്തിച്ച് ഇന്ത്യ US ബന്ധം ശക്തിപ്പെടും. ആദ്യഘട്ടത്തേക്കാൾ വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇരു രാജ്യങ്ങളും ഒന്നിച്ച് വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കും. US-ഉം ഇന്ത്യയും സംയുക്തമായി ഭീകരവാദത്തെ നേരിടും. ബോസ്റ്റണിൽ ഇന്ത്യ പുതിയ കോൺസുലേറ്റ് തുടങ്ങുമെന്നും മോദി അറിയിച്ചു. വൈറ്റ് ഹൗസിലായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുണ്ടായിരുന്നു. നേരത്തെ പ്രധാനമന്ത്രി ശതകോടീശ്വരനും ടെസ്ല സ്പേസ് X മേധാവിയുമായ ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഇരുവരും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇപ്പോൾ നടന്നത്. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പരസ്പരം വാനോളം പുകഴ്ത്തുന്നതാണ് നമ്മൾ കണ്ടതും.